ഇന്ന് ഗോവയിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. രാവിലെ ഒരു 11 മണിയായപ്പോൾ റിസോർട്ട് ചെക്കൗട്ട് ചെയ്തു. ഞങ്ങളുടെ ലഗേജൊക്കെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്.
ഇതാണ് ആക്ച്വലി ഈ മാർക്കറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. കൊറോണ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പടങ്ങളൊക്കെ നല്ല കളർഫുള്ളായിട്ട് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം ബിസിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കിയേക്കാം. ഇപ്പം നമ്മൾ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്കിവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. ഉള്ളിലേക്ക് ഇനി പോകുമ്പോൾ ശരിക്കും ഞാൻ എത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു ഏരിയ ആണ് അതിൻ്റെ ഉള്ളിലെന്ന് ശരിക്കും പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്ക് തോന്നിയില്ല. അതിൻ്റെ ഒരു വിസ്താരം എത്ര ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മുകളിലത്തെ നിലയിലും കുറേ ഷോപ്സ് ഉണ്ട്. താഴത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മേളിലേക്ക് പോവാം. കണ്ടില്ലേ, ഇത് ഒരു പടം വരച്ച് വെച്ചിരിക്കുന്ന ഈ മാർക്കറ്റിൻ്റെ തന്നെ ആക്ടിവിറ്റീസിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു പടമാണത്. നല്ല രസമുണ്ട് അല്ലേ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഈ ഒരു ഏരിയ ഫുള്ളും ആയിട്ടുള്ളത്. ആ ഇളനീരും മയിൽപ്പീലിയും ഒക്കെ വെച്ചിരിക്കുന്നില്ലേ, ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഉള്ളത് മുഴുവൻ ഈ പൂജ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് പലതരം പൂക്കളും ഹാരങ്ങളും വിൽക്കുന്ന കച്ചവടക്കാരെയാണ്. ഫങ്ഷൻസിലൊക്കെ ഉപയോഗിക്കാനായിട്ട് റെഡി ടു യൂസ് രീതിയിൽ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ കുറച്ച് ചേച്ചിമാർ ഇവിടെ ഇരുന്ന് ലൈവായിട്ട് ഹാരമൊക്കെ കെട്ടുന്നുണ്ട്. മുകളിൽ പോയപ്പോൾ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത ഒരു കടയാണിത്. ഈ കുപ്പിവളകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിലും കുപ്പിവളയ്ക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടെന്ന് തന്നെയാണ്. പ്ലെയിൻ ആയിട്ടുള്ളതും ഡിസൈൻ ഉള്ളതും അങ്ങനെ പല പല തരത്തിലുള്ള കുപ്പിവളകൾ. ഞാൻ ശരിക്കും കുറേ നേരം അതിങ്ങനെ കണ്ടു നിന്നുള്ളൂ. ഗോവൻ കാഷ്യൂസ് വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. മൊബൈൽ ഷോപ്സ്, ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു മേളത്തെ ഫ്ലോറിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി അവിടുത്തെ ഒരു ഫേമസ് ടീ ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യം. മാർക്കറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെയാണ് ഈ ഷോപ്പുള്ളത്. അതിൻ്റെ പേര് ആരോഗ്യ അമൃതതുല്യം എന്നാണ്. ടാഗ് ലൈൻ നിങ്ങൾ കണ്ടായിരുന്നോ? ചായപ്രേമികളുടെ ചാർജിങ് പോയിന്റ് എന്നാണ്. നമുക്കൊന്ന് റീചാർജ് ചെയ്തേക്കാം. ചെറിയൊരു ഷോപ്പാണ്. അകത്തും പുറത്തും നിന്ന് ആളുകളൊക്കെ ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങളും ഓർഡർ ചെയ്തു 2 കപ്പ് ചായ. സെറാമിക്കിലുള്ള 2 കുഞ്ഞി കപ്പിലാണ് ചായ സെർവ് ചെയ്തിരിക്കുന്നത്. പാകത്തിനുള്ള കടുപ്പവും മധുരവും ഇഞ്ചിയുടെ ഒരു സ്വാദും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു റീചാർജിങ് എലമെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ കാണുന്നത് മണ്ടോവി നദിയുടെ തീരത്ത് പണിയെഴുപ്പിച്ചിട്ടുള്ള ഒരു വാക്ക് വേ ആണ്. ആളുകൾക്ക് ഈവനിങ് ടൈമിലൊക്കെ വരാനും നടക്കാനും കാറ്റ് കൊണ്ടൊക്കെ നിൽക്കാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാർക്ക് പോലെ. പാർക്കല്ല, ഒരു വാക്ക് വേ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു നല്ല ക്ലൈമറ്റാണ്. സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയം, നല്ല കാറ്റൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ഈവനിങ് വാക്കിനും എക്സർസൈസിനും ഒക്കെ ആയിട്ട് ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. പനാജിയുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒത്തിരി കാസിനോകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിവറിൽ കണ്ടില്ലേ, ഒത്തിരി കാസിനോകളുടെ ക്രൂയിസുകളാണ് നടത്തിയിട്ടിരിക്കുന്നത്. ക്രൂയിസ് വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഗോവയിലെ തന്നെ വളരെ പ്രസിദ്ധവും ഒരുപാട് പഴക്കം ചെന്നതുമായ ഒരു ബേക്കറിയിലേക്കാണ്. മിസ്റ്റർ ബേക്കർ 1922. അതെ, ഇത്രയും വർഷം പഴക്കമുള്ളത് തന്നെയാണ് ഈ ബേക്കറി. തലമുറകളായിട്ട് അവർ ചെയ്തു വരുന്ന ഒരു ബിസിനസ്സാണിത്. ഈ കാണുന്ന ആളാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ബേക്കറി ഓൺ ചെയ്യുന്നത്. ഗോവയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്കിവിടെ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കാണുന്ന ബത്തിക്ക, ബബിൻക, ബോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാത്തിനും. എല്ലാ ഐറ്റംസും നല്ലതാണ്. പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട 2-3 ഐറ്റംസ് ഞങ്ങൾ വീട്ടിലത്തേക്ക് കൊണ്ടുപോകാനായിട്ടും മേടിച്ചിട്ടുണ്ട്. കഴിച്ച സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് കേശുടെ നല്ല ഹാപ്പി മൂഡിലിരിക്കുന്നത്.
ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചിൻ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്, മുനിസിപ്പൽ ഗാർഡൻ്റെ ഓപ്പോസിറ്റായിട്ട്. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, നല്ല കസ്റ്റമർ സർവീസ്, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ആൾ ലേഡി ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിലേക്കാണ്. ഗോവയിലെ അതിപ്രസിദ്ധമായ ഈ ചർച്ച് പഞ്ചിം സിറ്റിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയാണ്. ചർച്ച് ഇവിടെ ഓപ്പൺ അല്ല എങ്കിൽ കൂടെ കാണാനായിട്ട് ഒത്തിരി ആളുകൾ നമ്മളെ പോലെ അവിടെ വന്നിട്ടുണ്ട്. അത്രയും ബിസി ആയിട്ടുള്ള ഒരു റോഡിൻ്റെ നടുക്കാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതെങ്കിലും ആ മുറ്റത്ത് നിൽക്കുമ്പോഴത്തേക്കും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ട്രെയിൻ 10:50-നാണ്. പക്ഷേ റെൻ്റ് എടുത്ത വണ്ടി നമുക്ക് തിരിച്ച് ഏൽപ്പിക്കണം. 7 മണിക്കാണ് അവർ ടൈം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു 1 അവർ എങ്കിലും ഡ്രൈവ് ചെയ്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. സോ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് തിരിക്കാൻ പോവാണ്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഗോവയോട് വിട പറയുകയാണ്. പക്ഷേ ഇനിയും ഞങ്ങൾ വരുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഗോവയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.